എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2025 പുതുവർഷത്തിൽ കുംഭം രാശിക്കാരുടെ ഗോചരാലുള്ള ഫലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യ 3 പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മ ശനി കാലമാണ്. കൂടാതെ വ്യാഴം 4-ൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു. ജന്മശനി എന്ന് പറയുന്നത് 7ര ശനിയുടെ മധ്യഭാഗമാണ്. ഈ കഴിഞ്ഞ ഒരു 2 വർഷത്തിന് മേലായിട്ട് പലതരത്തിലുള്ള കാര്യതടസ്സങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമെല്ലാം ഈ രാശിക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 4-ൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ഈശ്വരാധീനമുണ്ട്. അതുകൊണ്ട് ഈ ശനിയുടെ കാഠിന്യം കാര്യമായിട്ട് തോതിൽ ഇവർക്ക് അനുഭവപ്പെടുന്നുമില്ല. എങ്കിലും 2025 മാർച്ച് 29 ഈ രാശിക്കാരുടെ, കുംഭൻ രാശിക്കാരുടെ ജന്മശനി എന്ന് പറയുന്ന ആ ദോഷാവസ്ഥ അവസാനിക്കുകയാണ്. 7ര ശനിയുടെ ഏറ്റവും കാഠിന്യം നിറഞ്ഞ കാലഘട്ടം അവസാനിക്കുകയും 2ലേക്ക് ശനി സഞ്ചാരം തുടങ്ങുകയും ചെയ്യും. 2ൽ ശനി 7ര ശനിയാണെന്നുണ്ടെങ്കിലും ജന്മശനിയുടെ കാഠിന്യമൊന്നും ഈ രാശിക്കാർക്ക് പിന്നീട് നേരിടേണ്ടി വരുന്നതല്ല. എന്നാൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 2025 മെയ് 14 വരെ 4-ലും തുടർന്ന് 5-ലുമാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ 4-ലും 5-ലൂടെയുമുള്ള സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ സഞ്ചാരം ഈ രാശിക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ നൽകുന്നതാണ്. ഇവർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. ഗൃഹം, വാഹനം ഇത്യാദി കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കാൻ കഴിയുന്ന സമയമാണ്. ഉദ്യോഗസ്ഥർക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമെല്ലാം പലതരത്തിലുള്ള ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. കല, കായിക, രാഷ്ട്രീയ, സാമൂഹ്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരുന്നതാണ്. ജന്മശനിയുടെ കാഠിന്യം കുറയുന്നതോടുകൂടി കുറേ കാലമായിട്ട് ഇവർക്ക് തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല സംരംഭങ്ങളും പുനരാരംഭിക്കാൻ കഴിയുന്ന സമയവുമാണ്. ശനിയുടെ ഇത്തരത്തിലുള്ള ദോഷങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് ശനിയാഴ്ചകൾ അവരവരുടെ മതാചാരപ്രകാരമുള്ള പ്രാർത്ഥനകൾ നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതും ആയിരിക്കും.